ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്പനികൾ സൺ ഫാർമ, അത് ഇത് ഗ്ലോബൽ കമ്പനികളാണ്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് വന്നതേ ഉള്ളൂ. ഏകദേശം 5 മുതൽ 6%, 8% അവരുടെ സ്റ്റോക്കുകൾ പൊളിഞ്ഞു പോയി. ഏകദേശം ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 400-500 പോയിന്റ് താഴെ ഓടുകയാണ്. ഇന്ത്യൻ എക്കോണമിയെ ബാധിച്ചു. ഇനി എത്ര ഇന്ത്യയിൽ തൊഴിൽ വരാൻ പോകുന്ന 2 മാസത്തിനുള്ളിൽ 4 മുതൽ 5 ലക്ഷം പേരുടെ ജോലി അങ്ങ് പോവുക. ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്? മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ UPയുടെ ഡൽഹിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന മീററ്റ്, ആ ഭാഗങ്ങളിലുമുണ്ട്. ഇവിടെ എല്ലാം അങ്ങ് ജോലി പോവുക. കാരണം എത്ര ബില്യനാണ് ഇന്ത്യ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്? ഏകദേശം 12 മുതൽ 14 ബില്യൻ്റെ മരുന്നുകളാണ് ഇന്ത്യ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ബാധിച്ചോ ഇല്ല, ഇതല്ലേ ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടെ ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. ട്രംപ് ഓരോ ഉത്തരവ് നേരത്തെ കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇന്ത്യക്ക് എക്സംഷൻ കൊടുക്കും. ഇന്ത്യയുടെ ബോളിൽ ഈ ടാരിഫ് ഇല്ല, അല്ല ഇന്ത്യക്ക് ഇത് പ്രശ്നമില്ല. കാരണം ഇന്ത്യയെ ചൈനയുമായിട്ട് കൗണ്ടർ ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. അതുപോലും മനസ്സിലാക്കാത്ത ബോധമില്ലാത്തവന്മാരാണ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും ഇന്ത്യൻ പ്രധാനമന്ത്രിയും. അല്ലെങ്കിൽ ഈ ചൈനയെ കെട്ടിപ്പിടിക്കാൻ പോയതാണ് ഇതെല്ലാം ഇഷ്യൂ ഉണ്ടാകുന്നത്.